ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ജാനകി വി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. ഇന്നലെ രാത്രിയാണ് ഞാൻ സിനിമയ്ക്ക് പോയത്. ഞങ്ങളുടെ ബി സിനിമാസ് എന്നാണ് കണ്ടത്. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, വേറെ കാസ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ പറയാം, ഒരു 2.25 മണിക്കൂർ കോഡ് ഡ്രാമയാണ് സിനിമ. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് അത്യാവശ്യം ഫാസ്റ്റായിട്ട് പോയി. സെക്കൻഡ് ഹാഫ് വളരെ പതുക്കെ കഥയിലേക്ക് കടന്നു പോകുന്ന സിനിമയാണ്. ഫസ്റ്റ് തന്നെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ വളരെ സിമ്പിളായിട്ടാണ് സുരേഷ് ഗോപിനെ ഇൻട്രോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആൾക്ക് വേണ്ടി കുറച്ച് മാസ് സീൻസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ചിന്താമണി കൊലക്കേസ് പോലത്തെ ഒരു സിനിമയായിരിക്കും എന്നൊക്കെ പലരും സിനിമ വരണമായിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമ കണ്ട ചില ആൾക്കാർ അതേപോലെ തോന്നി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് യാതൊരു സാമ്യം തോന്നിയില്ല. ചിന്താമണി കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഒന്നുകൂടി എൻഗേജിങ് ആയിട്ടുള്ള സിനിമയാണ്. ഇത് വളരെ പതുക്കെ പോകുന്നൊരു സിനിമയാണ്. പിന്നെ അനുപമ പരമേശ്വരൻ പ്രേമത്തിന് ശേഷം നല്ലൊരു ക്യാരക്ടർ ചെയ്ത സിനിമയാണ്. പ്രേമത്തിന് ശേഷം ദുൽഖറിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ, ദുൽഖർ സത്യനന്ദിക്കാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നല്ല ബ്രേക്കായിരുന്നു. ഇപ്പോൾ തെലുങ്കിലൊക്കെയാണ് ആൾ അഭിനയിക്കുന്നത്. അപ്പോൾ ആൾ നല്ല റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറ്റം പറയുന്നവർ സുരേഷ് ഗോപി സിനിമകളെ പരിഹസിക്കുന്നവരൊക്കെ നന്നായി പരിഹസിച്ച് സിനിമയെ വളരെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഒരു സിനിമ ആസ്വാദകൻ എന്ന രീതിയിൽ അത്യാവശ്യത്തിന് ഒരു വൺ ടൈം വാച്ചബിളായിട്ടാണ് എനിക്ക് JSK തോന്നിയത്. സുരേഷ് ഗോപി, ഞാൻ ക്രൂ ആൻഡ് കാസ്റ്റ് പറയാം. സുരേഷ് ഗോപി അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ ഡൊനോവാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ടാണ് വന്നേക്കുന്നത്. ദിവ്യ പിള്ളൈ എന്ന് പറഞ്ഞ ആക്ടർ സുരേഷ് ഗോപിയുടെ അനിയത്തിയായിട്ട് വന്നേക്കുന്നത്. സുരേഷ് ഗോപിയുടെ അനിയത്തിയല്ല, നമ്മൾ സുരേഷ് ഗോപിയുടെ മകൻ്റെ ക്യാരക്ടർ അനിയത്തിയായി വന്നേക്കുന്നത് സൈറ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ടാണ്. ശ്രുതി രാമചന്ദ്രൻ, അതായത് സുരേഷ് ഗോപിയുടെ സിനിമയിലെ അനിയത്തിയായിട്ട് വന്നേക്കുന്നത് ശ്രുതി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആക്ട്രസ്സാണ്. അഡ്വക്കേറ്റ് നിവേദിത എന്നാണ് പേര്. മാധവ് സുരേഷ് ഗോപി, ആളുടെ പേര് സിനിമയിൽ നവീൻ എന്നാണ്. പിന്നെ അഷ്കർ അലി എന്ന് പറഞ്ഞാൽ പലരും പരിഹസിച്ചിട്ട് സുരേഷ് ഗോപിയുടെ മോൻ്റെ കാര്യം പറയട്ടെ. അഷ്കർ അലീനെ പലരും പരിഹസിച്ചിട്ട് മീഷോ എന്ന് വെച്ചാൽ ആസിഫ് അലി എന്നൊക്കെ പറഞ്ഞ് പലരും പരിഹസിച്ച റിവ്യൂ ഒക്കെ ഞാൻ കണ്ടു. എനിക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഇവിടെ ഈ സുരേഷ് ഗോപിയുടെ മകനായിട്ട് കമ്പയർ ചെയ്യുന്നവർ, ആസിഫ് അലിയുടെ അനിയനെ ആസിഫ് അലിയായിട്ട് കമ്പയർ ചെയ്യുന്നവർ, ഇവരോടൊക്കെ എനിക്ക് പറയണത് ഇവരൊക്കെ എന്നാണ് വന്ന് നല്ല രീതിയിൽ അയക്കണത്. ആരും സിനിമയിൽ അഭിനയിച്ച് പിറ്റേ ദിവസം ഭയങ്കര വലിയ ആക്ടറായാലോ, വളരെ പതുക്കെ വന്നവരാണ്. ഒരിക്കൽ നമ്മുടെ ടീനി ടോം പറഞ്ഞു, പൃഥ്വിരാജും ടീനി ടോം കൂടി ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൃഥ്വിരാജിനെ രാജപ്പ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു. അന്ന് പൃഥ്വി പറഞ്ഞത്, എന്നെ ഇപ്പോൾ ഈ വിളിച്ച് കളിയാക്കണോട് എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല, പക്ഷേ നാളെ അവരെ കൊണ്ട് ഞാൻ രാജുവേട്ടാന്ന് വിളിപ്പിക്കുന്നത്. ഇപ്പം അതെല്ലാവരും മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഡയറക്ടർ, ആക്ടർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കഴിവ് തെളിയിച്ച് മലയാള സിനിമ ഡൗൺ ആയി കിടക്കുന്ന സമയത്ത് ലൂസിഫറും എമ്പുരാനൊക്കെ കൊടുക്കുന്ന മലയാള സിനിമയെ ഹൈ ലെവലിൽ എത്തിച്ച ആളാണ് പൃഥ്വിരാജ്. ഒരു വളരെ ഇപ്പം മോഹൻലാലിൻ്റെ മകനെ മോഹൻലാലായിട്ടും മമ്മൂട്ടിയുടെ മകനെ മമ്മൂട്ടിയായിട്ടും സുരേഷ് ഗോപിയുടെ മകനെ സുരേഷ് ഗോപിയായിട്ടും ജയറാമിൻ്റെ മകനെ ജയറാമിനായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നവരോട് എന്താ മറുപടി പറയാമെന്ന് എനിക്കറിയില്ല. അവരൊക്കെ അത്രയും ടാലൻറ്റഡായി ആക്ടേഴ്സാണ്. ജനിച്ചു അല്ലെങ്കിൽ സിനിമയിൽ വന്ന ആദ്യ സിനിമ മുതലല്ല, അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് അവരുടെ കഴിവുകൾ ബെറ്ററാക്കി എടുത്ത് മുന്നോട്ട് വന്നവരാണ്. അപ്പോൾ അവരെ തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് വളരെ മോശമാണ്. ഇപ്പോൾ പൃഥ്വിരാജിനൊക്കെ എന്തൊക്കെ കളിയാക്കലുകൾ നേരിട്ടാണ്, എത്ര തരം താഴ്ത്തി, എത്ര ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. എന്നിട്ട് പൃഥ്വിരാജ് കയറി വന്നില്ലേ? തീർച്ചയായും മാധവ് സുരേഷും കയറും. എനിക്ക് പേഴ്സണലി അഷ്കർ അലിയുടെ അഭിനയ സിനിമയെ നന്നായി ഇഷ്ടപ്പെട്ടു. മാധവ് സുരേഷ് മോശമായിട്ടൊന്നുമില്ല, അവനെ പറ്റണ പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ബെറ്റർ ആവാണ്ട് എന്നൊക്കെ അറിയാം. പിന്നെ ബൈജു SI കനകരാജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, രജിത് മേനോൻ, വെങ്കട് എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇതൊക്കെയാണ് മെയിൻ ക്യാരക്ടർ കേട്ടോ. ഇനി ഈ സിനിമയുടെ ടീസറും ട്രെയിലറൊക്കെ കാണിച്ച പോലെ ഇത് സിനിമ ഒരു കോഡ് ഡ്രാമ തന്നെയാണ്. സുരേഷ് ഗോപിയുടെ വൺ മാൻ ഷോ ഒരുപാട് സീനുകളുണ്ട്. പക്ഷെ ആൾ വന്ന ഡയലോഗ് പറയുമ്പോൾ അത്യാവശ്യം കയ്യിലൊക്കെ വീഴുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ഇന്ന് മുടക്ക് VS അച്യുതാനന്ദൻ മരിച്ചത് കാരണം ഇന്ന് പൊതു അവധിയാണ്. ആയതുകൊണ്ട് ഇന്നലെ ഫാമിലീസൊക്കെ സാധാരണത്തൊക്കെ കൂടുതൽ ഞാൻ തിയേറ്ററിൽ കണ്ടു. പലരും തിയേറ്ററിൽ ആളില്ല എന്ന് പറഞ്ഞു കൊടുത്ത്. എനിക്കൊരു 150 ഒരു 300 സീറ്റിനടുത്തുള്ള തിയേറ്ററാണ്. ആ തിയേറ്ററിൽ ഒരു 150-170 അടുത്ത ആൾക്കാർ ഇന്നലെ ഞാൻ കണ്ടു കേട്ടോ. അനുപമ പരമേശ്വരൻ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ഗ്യാപ്പ് എടുത്തിട്ടാണ് സിനിമയ്ക്ക് വരുന്നത്. പക്ഷേ ആൾ സെലക്റ്റീവായി ആളെ കൊണ്ട് പറ്റുന്ന പെർഫോമൻസ് ചെയ്യാനുള്ള ക്യാരക്ടർ തന്നെയാണ് ചെയ്തേക്കുന്നത്. സുരേഷ് ഗോപി വക്കീൽ വേഷം അനായാസം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. നമ്മുടെ ചിന്താമണി കൊലക്കേസിലൊക്കെ ചെയ്ത പോലെ അത്യാവശ്യം കഥ നോക്കി സെലക്ട് ചെയ്തിട്ടുള്ള പടം തന്നെയാണ് ജാനകി. അത്യാവശ്യം പഞ്ച് ഡയലോഗ് ഉണ്ട്. ആൾക്ക് വേണ്ടിയിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് എനിക്ക് സുരേഷ് ഗോപിക്ക് കൊടുക്കാവുന്ന ഒരു പഞ്ചൊന്നും ഫൈറ്റിൽ തോന്നിയില്ല. ഒന്നുകൂടി ബെറ്ററാക്കി ചെയ്യാറുണ്ട് കേട്ടോ.
ക്രൗഡും കാര്യങ്ങളും ഇട്ടുള്ള സെറ്റൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ ഈ നമ്മുടെ അശ്വന്ത് ഗോക്കൊക്കെ പറഞ്ഞ പോലെ കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ പോലെ സുരേഷ് ഗോപിയുടെ താടി ഇഷ്യൂ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. വെപ്പ് താടിയൊന്നും നന്നായി മനസ്സിലാവുന്നുണ്ട്. അവർക്ക് കുറച്ച് ടൈം എടുത്ത് താടി വന്നിട്ട് ആ പോർഷനൊക്കെ ചെയ്യാറുണ്ട്. അത് ആ ആക്ഷൻ ചെയ്യുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് പോലെ എനിക്കും ഫീൽ ചെയ്തു. അവരൊക്കെ അത്രയും കഴിവുള്ള അത്രയും എക്സ്പേർട്ടായിട്ട് ആക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ താടി ശരിക്കും നോർമൽ ഒരു അപ്പോൾ എൻ്റെ താടി പോലെ ഒരു നോർമൽ താടിയാണ് ഇൻ്റർവെല്ലിൽ ഏകദേശം ഫൈറ്റിന് മുന്നേ വരെ നോർമൽ ഈ ഒരു രീതിയിൽ കുറ്റിത്താടി ഉണ്ടായിരുന്നു സുരേഷ് ഗോപി. ക്ലൈമാക്സ് ഫൈറ്റിലേക്കൊക്കെ വരുമ്പോൾ കട്ട പിടിച്ചപ്പോൾ മീശയൊക്കെ പോലെ കട്ട പിടിച്ച താടിയിട്ടാണ് പിന്നെ വന്നേക്കുന്നത്. അത് കണ്ടിന്യൂറ്റി മിസ്റ്റേക്കാണ്. അതൊക്കെ ഒന്ന് ശരിയാക്കാൻ ശ്രമിക്കാറുണ്ട്. കുറച്ച് ടൈം എടുത്തിട്ടായിരുന്നു. പ്രത്യേകിച്ച് തൻ്റെ ആദ്യ സംവിധാനം ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നുണ്ട് ആളെ. പ്രവീൺ നാരായണൻ ആദ്യമായി ചിത്രത്തിലാണ്, അതെ ആദ്യമായിട്ട് രജനി സംവിധാനം നിർവഹിച്ച പ്രവീൺ നാരായണൻ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കായിരുന്നു. രണദീപിൻ്റെ ഛായാഗ്രഹണം, സംജിത്ത് മുഹമ്മദിൻ്റെ എഡിറ്റിങ്, ജിമ്രാൻ്റെ പശ്ചാത്തല സംഗീതം, ഗിരീഷ് നാരായണൻ്റെ സംഗീതം, ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. അതൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് പറഞ്ഞാൽ സെൻസർ ബോർഡ് ഈ സിനിമയിലെ ജാനകി എന്നുള്ള പേരിൻ്റെ കൂടെ ജാനകി വീന്ന് എന്തിനാ പറയണത് എനിക്ക് മനസ്സിലായില്ല. ജാനകി വീന്ന് പറഞ്ഞാൽ ജാനകി വിദ്യാധരൻ. ഇപ്പം ഈ സിനിമയിൽ ആദ്യത്തെ 1-2 സീനിൽ ജാനകി വിദ്യാധരൻ പറഞ്ഞിട്ട് പിന്നെയൊക്കെ ജാനകി തന്നെ. ഇപ്പം ഞാൻ പോയ തിയേറ്ററിലായാലും തിയേറ്ററിലുള്ള ഫ്ലക്സിലൊക്കെ മുന്നേ വെച്ചിട്ടുള്ള അതിലൊക്കെ ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള തന്നെയാണ് കൊടുത്തേക്കുന്നത്. നോർമലി പുതിയത് വന്ന പോസ്റ്ററിലൊക്കെ JSK ജാനകി വി സ്റ്റേറ്റ് ഓഫ് കേരള തന്നെയാണ്. അപ്പോൾ ഒരു 2.25 മണിക്കൂർ പടമുണ്ട്. അവിടെ തിയേറ്ററിൽ ഇരുന്നിട്ട് ആരും കൂവും കാര്യങ്ങളൊന്നും ഞാൻ കേട്ടില്ല. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം ചെറിയൊരു സീനിൽ അനുപമ പരമേശ്വരൻ ഇങ്ങനെ നിൽക്കണം നേരത്തെ പെട്ടെന്നൊരു റെഡ് കളറിലൊരു ദേവി അല്ലെങ്കിൽ യക്ഷിയാന്ന് തോന്നിക്കുന്ന ഇതിൽ പെട്ടെന്ന് സാധനം കൊണ്ട് പൊന്തി പ്രത്യക്ഷപ്പെടും. തിയേറ്ററിലെല്ലാവരും ഞെട്ടി. മീൻസ് ഇൻ്റർവെല്ലിന് ശേഷം ചെറിയൊരു സ്ലോയിൽ പോണ പടം പെട്ടെന്നൊന്ന് ചാർജ് ചെയ്യുന്ന പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഫാസ്റ്റാണ്. അഷ്കർ അലി വളരെ സിമ്പിളായിട്ടൊരു ഡയലോഗ് പോലും ഇല്ല എന്നുള്ള രീതിയിലുള്ള ഫസ്റ്റ് ഹാഫിൽ നിന്ന് സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ അവൻ സ്കോർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ മാധവ് സുരേഷ് ചെറിയ റണ്ണിങ് ആക്ഷൻ സീൻസ് കാര്യങ്ങളും ഡയലോഗ് ഡെലിവറിയൊക്കെ അവൻ പക്വത അത് ചെയ്തിട്ടുള്ള സിനിമകളനുസരിച്ചുള്ള രീതിയിലൊക്കെ ആൾ ചെയ്തിട്ടുണ്ട്. അഷ്കർ അലിയുടെ ശബ്ദം എനിക്ക് പലപ്പോഴും ആസിഫ് അലിയുടെ ശബ്ദം കറക്റ്റ് അതേപോലെ ഏട്ടനാണ് ശബ്ദത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ തന്നെ ഉണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ. അത് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ താടിയൊക്കെ വടിച്ച് മീശയൊക്കെ അടിച്ച് കറക്റ്റ് ഒരു പോലീസുകാരൻ സസ്പെൻഷനിലാണെങ്കിലും അയാൾ ഫുള്ള് പോലീസുകാരെ പോലെ ഫുൾ ക്ലീൻ ഷേവൊക്കെ ചെയ്ത് ബൂട്ടൊക്കെ ഇട്ട് ഈ ഷൂസൊക്കെ ഇട്ട് അതിനുള്ള രീതിയിൽ ഡ്രസ് മാറി ഒരു കടയിൽ പോകുമ്പോൾ നോർമൽ കാണുന്ന എല്ലാവർക്കും കാണുന്ന ആർക്കും അത് പോലീസുകാരനാണെന്ന് തോന്നും. അതൊക്കെ അവർ അതേപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കുറച്ച് പോലീസ് ഇപ്പോൾ സസ്പെൻഷനിലാണ്. അപ്പോൾ ആ രീതിയിൽ ജസ്റ്റ് ഡ്രസ്സിങ്ങിനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടൊക്കെ പോയിട്ട് അന്വേഷണം നടത്താറുണ്ട്. അതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിൻ്റെ ഒരു അരമണിക്കൂർ, ക്ലൈമാക്സ് അല്ല ഫസ്റ്റ് ഹാഫിൻ്റെ അരമണിക്കൂറൊക്കെ ഭയങ്കര ഫാസ്റ്റായിരുന്നു. കോട്ട് സീന് സുരേഷ് ഗോപി ചാർജ് ചെയ്ത് ഇങ്ങനെ അടിച്ചിട്ട് ഡയലോഗ് അടിച്ച് പോകുന്നത് അനുമോവേശം ഒന്നും ഉണ്ടാത്ത പോലെ പറ്റാത്ത പോലെ അവസ്ഥയിൽ നിൽക്കുന്ന ഇൻ്റർവെല്ലിന് ആ കുട്ടി തളർന്ന് വീണ സീന്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് ഈ സംഭവം നേരെ തിരിഞ്ഞു വരിക. സുരേഷ് ഗോപി പറയുന്നത് കോടതിയിൽ സത്യമല്ല തെളിവുകളാണ് കോടതിയിൽ കേസ് തെളിയിക്കുക. സത്യം അവിടെ കേസ് തെളിയിക്കില്ല. നമ്മൾ അവിടെ എത്തുന്ന തെളിവുകളെ അടിസ്ഥാനമാക്കിയായിരിക്കും കേസിൻ്റെ വിധി പറയുക. അപ്പോൾ പോലീസുകാർ നല്ല രീതിയിൽ ഒരു കേസ് അന്വേഷിച്ച് അതിൻ്റെ തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കുറ്റവാളികൾ എത്ര ശക്തരാണെങ്കിലും കോടതി അവർക്ക് ശിക്ഷ വിധിക്കും. അതല്ല ലൂപ്പ് പൂളുള്ള ശരിയായ രീതിയിലല്ലാത്ത അന്വേഷണം നടത്തി പോലീസുകാർ കോടതിയിൽ ചാർജ് ഷീറ്റ് എത്തിച്ചു കഴിഞ്ഞാൽ പ്രതികൾക്ക് സുഖമായിട്ട് രക്ഷപ്പെടാമെന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഒട്ടും ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിനെ ലാസ്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഉള്ള കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുക ചിലപ്പോൾ കുറച്ചുകൂടി വലിയ ആളുകളിലേക്ക് കഥ നീണ്ടു പോകുന്നതാണ്. അതൊന്നല്ല. പിന്നെ ഇപ്പോൾ സാധാരണ ഒരു പോലീസ് അന്വേഷണം അല്ലെങ്കിൽ ഒരു നമ്മുടെ വക്കീൽ കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻ്റർവെല്ലിന് ശേഷം പോലീസല്ല കുറ്റാന്വേഷണം നടത്തുന്നത്. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ അഷ്കർ അലിയും കുറച്ച് അവരുടെ ടീമൊക്കെയാണ്. പിന്നെ ഫസ്റ്റ് സീനിൽ തന്നെ പള്ളിയിൽ അച്ഛൻ സുരേഷ് ഗോപിനെ കാണാൻ വരുന്നത് സ്ഥിരം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ദിവസം എന്നുള്ള രീതിയിൽ കാണുന്ന പോലെ തന്നെ പള്ളിയിലച്ഛനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു കേസുണ്ട്. ഒരു പള്ളിയിലച്ഛൻ കന്യാസ്ത്രീ ആയിട്ടുള്ള പ്രശ്നം. അതിപ്പോൾ എല്ലാ രാഷ്ട്രീയം പോലെ പണ്ട് മുതലേ ക്രൈം ഫയൽ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി.
ആ സിനിമയിൽ ഒരു കന്യാസ്ത്രീയുടെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സിനിമ ഇറങ്ങിയിട്ട് നല്ല ഹിറ്റായിരുന്നു ആ സിനിമ ക്രൈം ഫയൽ. അതേപോലെ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനത്തെ ഒരു കേസ് വരുന്നു. അതിൻ്റെ ഇടയിൽ ആ കേസ് തേച്ച് മാച്ച് കളയാൻ ഈ ഒരു കേസ് അതിൽ ലിങ്ക് ആക്കണതും, പക്ഷേ എപ്പോഴെങ്കിലും ലാസ്റ്റ് സുരേഷ് ഗോപി സ്കോർ ചെയ്ത് ആ കേസിലുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഞാൻ വിചാരിച്ചു കേട്ടോ. സ്ഥിരം അങ്ങനെയാണ് ചെയ്യാറ്, പക്ഷെ ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സുരേഷ് ഗോപി പള്ളിയിലെ അച്ഛൻ കുറ്റക്കാരനാണെന്ന് മനസ്സിലായെങ്കിലും തെളിവുകളില്ലാത്തതുകൊണ്ട് ആളെ വെറുതെ വിടുന്നു എന്ന് പേപ്പറിൽ എഴുതിയിട്ടുള്ള ന്യൂസ് സുരേഷ് ഗോപിയുടെ മോനെ വായിച്ചു കൊടുക്കുന്ന ഒരു പോർഷനുണ്ട്, സിനിമയിലെ ക്യാരക്ടറിനെ വായിച്ചു കൊടുക്കുന്ന പോർഷനുണ്ട്. അതിലൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ, തെളിവുകളാണ് കോടതിക്ക് വേണ്ടത്, അല്ലാണ്ട് സത്യങ്ങളല്ല എന്ന് പറയുന്നുണ്ട്. അത്യാവശ്യത്തിന് എല്ലാവർക്കും കുറച്ച് ഒരു 2.25 മണിക്കൂർ ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ലോ ആണ്. പിന്നെ ഒന്നുമില്ല, പഴയ തീയൊക്കെ അടങ്ങി സുരേഷ് ഗോപിയുടെ പടമൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളണം, അവർക്ക് വെറുതെ എഴുതി തള്ളുകയാണ്. അത്യാവശ്യം തിയേറ്ററുകൾ നിലവിൽ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. പടം ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞു. ഞങ്ങളുടെ അവിടെ ഭയങ്കര തിരക്കൊന്നും പറയില്ല, പടത്തിന് കുറേശ്ശെ ആൾക്കാരുണ്ട്. തൊട്ടപ്പുറത്ത് ജുറാസിക് വേൾഡ് കളിക്കുന്നുണ്ട്, 3D ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇൻ്റർവെല്ലിന് ആൾക്കാർ അങ്ങനെ നടക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ആൾക്കാരുണ്ട്. ജുറാസിക് വേൾഡിനെ ഫസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ പടം എപ്പോഴും ഓടുണ്ട്. സെക്കൻഡ് 1-2 ഷോളെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്നാലും പടത്തിന് 3D ചെയ്തുകൊണ്ട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് JSKയുടെ വിശേഷങ്ങൾ. നിങ്ങൾ ഒരു 2.25 മണിക്കൂർ മാറ്റിയൊക്കെയാണെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. സുരേഷ് ഗോപിയുടെ നല്ല അടിപൊളി സ്ക്രീൻ പ്രസൻസും നല്ല ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ എഴുതി തള്ളൊന്നും വേണ്ട, ആൾ ഇപ്പോഴും ലൈവ് തന്നെയാണ്. ഈ കടുവാക്കൊന്നൽ കുറുവേച്ചൻ വരുന്നുണ്ട്, അടിപൊളിയാവട്ടെ. അപ്പോൾ JSKനെ പറിച്ച് എൻ്റെ അഭിപ്രായം ഒരു പ്രാവശ്യം കാണാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് കോമഡി അല്ല, കോർട്ട് റൂം ത്രില്ലറാണ് JSK. അപ്പോൾ ബായ്.